ഹായ് ഡിയേഴ്സ്, നമുക്കിന്ന് പനീർ വെച്ചൊരു സ്പെഷ്യൽ മസാല കറി ഉണ്ടാക്കാം. അതിനായി 200 ഗ്രാം പനീരിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കസൂരി മേത്തി ഇട്ട് പതുക്കെ ഒന്ന് ഇളക്കി പാനിലിട്ട് ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് അങ്ങ് ഫ്രൈ ആയി പോവാതെ സൂക്ഷിക്കണം. ഇളക്കി ഉടയ്ക്കുകയും അരുത്. ബട്ടറിലോ ഓയിലിലോ ഫ്രൈ ചെയ്യാം. ഒരു കടായിൽ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, 1 ടേബിൾ സ്പൂൺ ബട്ടറും ഇട്ട് അതൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ഇഞ്ച് പട്ട, 2 ബേ ലീഫ്, 3 കാടമം, 2 ക്ലോവ്സ്, 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് മണം വന്ന് തുടങ്ങുമ്പോൾ 2 സവാള ചെറുതായി മുറിച്ചതിട്ട് ഗോൾഡൻ കളർ ആയതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. ഇതിൻ്റെ പച്ചമണം മാറിയതും 3 തക്കാളി, 3 പച്ചമുളക്, 5 കാശ്മീരി ചില്ലി കുതിർത്തത് അരച്ച് ഫൈൻ പേസ്റ്റാക്കി ഇതിലേക്ക് ചേർക്കണം. ഒരൽപ്പം ഉപ്പ് കൂടി ഇട്ട് തക്കാളി വെന്ത് എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് ഒരു മസാലക്കൂട്ട് ചേർക്കണം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൊടി, 1 ടീസ്പൂൺ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കസൂരി മേത്തി, ഒരൽപ്പം വെള്ളം കൂടി ചേർത്താൽ നമ്മുടെ മസാലക്കൂട്ട് റെഡി. മസാലയുടെ പച്ചമണം മാറിയതും 15 കാഷ്യൂനട്ട് വെള്ളത്തിൽ കുതിർത്ത് നല്ല ഫൈൻ പേസ്റ്റായി അരച്ച് ഇതിലേക്ക് ചേർത്താൽ നമ്മുടെ ഗ്രേവിക്ക് നല്ല തിക്നെസ് കിട്ടും. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് തിളപ്പിക്കുക. ഇനി ഫ്ലെയിം ഒന്ന് ലോ ആക്കി അടച്ച് വെച്ച് വേവിക്കുക. എണ്ണ തെളിഞ്ഞു വരുമ്പോൾ പനീറും 1/2 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് മല്ലിത്തഴ, 1 സ്പൂൺ ക്രീമും ഇട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ തിക്ക് പനീർ മസാല റെഡി. ഇനി നമുക്ക് ഇതിനെ ഒന്ന് പ്ലേറ്റ് ചെയ്ത് ഗാർണിഷ് ചെയ്താലോ. അതിന് ഒരു പീസ് ബട്ടർ സെൻറ്ററിൽ വെച്ച് ചുറ്റും ക്രീം ഒഴിച്ചു കൊടുത്ത് ഒരൽപ്പം മല്ലിയില ചുറ്റും ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായില്ലേ. ബ്രെഡ് ഐറ്റംസിനോടൊപ്പവും റൈസ് ഐറ്റംസിനോടൊപ്പവും വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരുപോലെ ഇത് ആസ്വദിക്കാം.